പക്ഷേ ഞാനിപ്പോൾ ഗുണ്ടൽപേട്ടിലാണ് നിൽക്കുന്നത്. മൈസൂർ ബസ് ഞാൻ കയറാൻ പോയി. ഇതാണ് ബസ്, എന്നിട്ട് കയറാൻ പോയിട്ടാ. കുറച്ച് സ്പേസ് തരണേ. വഴിയാത്രക്കാരനാണ്. അങ്ങനെ നിർത്തോ അവര്? അങ്ങനെ നിർത്തൂ, അവര് നിർത്തോ? അങ്ങനെ നിന്ന് പോകാൻ പറ്റുമോ? നമ്മള് ചോദിച്ച വണ്ടിക്ക് നമ്മള് ഈ വണ്ടി കയറിയില്ലേ? ആ KGF ജിപ്സിയുടെ എല്ലാ പുതിയ ഗ്രൂപ്പ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൈസൂരാണ് ഞാൻ നിൽക്കണേ. അപ്പോൾ ഇന്നെല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ബസ്സിൽ ഇവിടുത്തെ KSRTC ബസ്സിലാണ് നമ്മൾ വന്നേക്കുന്നത്. കർണാടക KSRTC ബസ്സിലാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ മൈസൂർ നമ്മളൊന്ന് ഇന്ന് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണെന്ന് വിചാരിക്കണം. ഇന്നും പാലസ് അതേപോലെ തന്നെ കുറച്ചധികം സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് മൈസൂർ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മൈസൂർ മോസ്റ്റ്ലി ഒട്ടുമിക്ക എല്ലാ പ്ലേസസും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും. ഇന്നല്ലെങ്കിൽ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം എവിടെയെങ്കിലും സ്റ്റേ കിട്ടുമെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് റൂം എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റൂമിൽ പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വഴിയരികിൽ തന്നെ കിടക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ നടക്കാനാണ് കേട്ടോ. പിന്നെ പാലസ്, മൈസൂർ പാലസ്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് പിന്നെ ഒരു ചാമുണ്ടേശ്വരി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് പണ്ട് ഹിസ്റ്റോറിക്കലി കുറച്ച് എന്താ പറയുക, ആ ഏരിയകളിലൊക്കെ ഹിസ്റ്റോറിക്കൽ ടൈംസ് തൊട്ട് അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടെമ്പിളാണ് ചാമുണ്ടേശ്വരി ടെമ്പിൾ. അപ്പോൾ പാലസ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെ ടെമ്പിൾ വരുന്നത്. അപ്പോൾ ലൊക്കേഷൻസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നോക്കിയിട്ട് ഇനി അങ്ങോട്ട് നടക്കാനുള്ള ദൂരം ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പാളും. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലസിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ കാണുന്നത് ഒരു ക്ലോക്ക് ടവറാണ് നമ്മൾ നേരെ കാണുന്നത്. ഇത് ഇവിടെ സെൻട്രൽ ഭാഗത്താണ്, മൈസൂരിൻ്റെ സെൻട്രൽ ഭാഗത്ത് തന്നെയാണ് ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നത്. ഇതൊരു അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞൊരു ജുമാ മസ്ജിദാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് നോക്കാം ഏതാണ് സംഭവം എന്നുള്ളത്. വലിയൊരു ബിൽഡിങ് കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ ലൈഫൊക്കെ സാധാരണ പോലെയൊക്കെ തന്നെയാണ്, നമ്മുടെ ഇവിടെയൊക്കെ പോലെയൊക്കെ തന്നെ സാധാരണ ലൈഫ് തന്നെയാണ്. ഈ പെട്ടിക്കടകളും വഴിയോരത്തിലാണ് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഇത് ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന രംഗചർലു മെമ്മോറിയൽ ഹോളാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് മുന്നേ തന്നെ ഒരു ബി ആർ അംബേദ്കറുടെ ഒരു പ്രതിമയും
അകത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു നൈസാണ് കാണാൻ, നല്ല ബിൽഡിങ്ങൊക്കെ നല്ലതാണ്. ഇനി കുറച്ച് ഇങ്ങോട്ട് അതിൻ്റെ കുറച്ച് പുറത്തോട്ട് മാറിയാൽ തന്നെ നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റും. ഒരു പ്രതിമ നിങ്ങൾക്ക് കാണാം. അത് ടിപ്പു സുൽത്താൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അറിയില്ല കറക്റ്റായിട്ട്, നോക്കണം, അടുത്ത് നിന്നാലും അറിയാൻ പറ്റത്തുള്ളൂ. ടിപ്പു സുൽത്താനാണെന്നാണ് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കാണുന്നതാണ് മൈസൂർ പാലസ്. അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ വഴി എൻട്രി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻട്രി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ വഴി കയറി, അതായത് കറങ്ങി ഈ ഇതും ഫുള്ള് കറങ്ങി വരേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കട്ടെ, നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ കുതിര വണ്ടികളൊക്കെ ഒരുപാട് ഇതാണ് കേട്ടോ. കുതിര വണ്ടികൾ ഒരുപാട് കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഈ പാലസിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ടൂറിസം കൂടുതൽ ഇത് ചെയ്യുന്ന ഒരു സംഭവമാണ് തോന്നുന്നത്. ടിപ്പു സുൽത്താൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. അത് കൺഫേമായി. ഒരു ഓട്ടോ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് എൻട്രി ഇവിടെ അറിയില്ലായിരുന്നു. നമ്മൾ പാലസിൻ്റെ എൻട്രി ഏത് വഴിയാണെന്ന് അറിയില്ലായിരുന്നു. ഒരു പുള്ളി പറഞ്ഞു അപ്പുറത്തെ വഴി പോകണം, ഈ വഴി കറങ്ങിപ്പോണമെന്ന്. ആ വഴി കറക്റ്റായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു തന്നോ. നല്ല ആൾക്കാർക്കോ കുഴപ്പമില്ല. ഈ ഓട്ടോക്കാരൊക്കെ അത്യാവശ്യം നോക്കും. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ ആദ്യമൊക്കെ ഇറങ്ങിയ സമയത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എന്നെ ഈ എന്താ പറയുക, ഈ റൂമും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓട്ടോയിൽ കയറ്റാനൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചേട്ടനെ ഇതായിട്ട് കണ്ടാണ്. നല്ല അടിപൊളി ചേട്ടനുണ്ടോ, കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല ക്യാരക്ടർ. അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ, എനിക്ക് വഴി കറക്റ്റായിട്ട് പറഞ്ഞു. കണ്ടത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നോക്കും. ഇവിടുത്തെ ഒരു കുതിര വണ്ടികളും കാര്യങ്ങളായിരുന്നു. നല്ല രസമുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ കുതിര വണ്ടികളും കാര്യങ്ങളും. നൈസാ. എനിക്കാണ് പണ്ടത്തെ മറ്റേ രാജാക്കന്മാരുടെ ഒരു പണ്ടത്തെ ഒരു രാജാക്കന്മാരുടെ ഒരു ടൈമിലുണ്ടായിരുന്ന അതേ ഒരു ഇതാണ്. അതിൻ്റെ ഒരു കൾച്ചറായിരുന്നോണം കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണെന്നാണ് തോന്നുന്നു കേട്ടോ. കൾച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ഇത് തന്നെയാണല്ലേ കാണാൻ കഴിയും. നമുക്ക് ഇവിടെ നിന്ന് പോയി റോട്ടിലൊക്കെ തന്നെ ഇല്ലേ ഒരു ആനയുടെ പടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. റോട്ടിൽ തന്നെ ഇത് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നേരെ നടന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് പോകണം, ആ ജംഗ്ഷനിലേക്ക് പോകണം. ആ ജംഗ്ഷനിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ജംഗ്ഷൻ കൂടെ ഉണ്ട്, ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. രണ്ട് ജംഗ്ഷനിൽ കവർ ചെയ്യണം, എങ്കിലാണ് നമുക്ക് എൻട്രി പോയിന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് മിക്കവാറും മൈസൂർ പാലസ് കണ്ട് തന്നെ എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ എൻട്രി 5 മണി വരെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5 മണി വരെ ഇവിടെ എൻട്രി ഉള്ളൂ മൈസൂർ പാലസിന് അകത്തേക്ക്. ഓ, ഇത് ഫുള്ള് മൈസൂർ പാലസ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല, എന്നാലും നോക്കാം. നമുക്ക് നോക്കാം, പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. അത് വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളും കാണുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരുണ്ട് ഇവിടെ. നമ്മ ഈ സാധാരണ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണമെന്ന് തോന്നുന്നു. ഒരു ഭിക്ഷ എന്നുള്ള ഒരു കൊച്ചെന്ന് പറയാൻ പറ്റില്ല, ഇത് ചേട്ടനാണെന്നോ എന്നെക്കാളും വയസ്സുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഭിക്ഷ ചേട്ടൻ്റെ ക്യാഷ് ചോദിച്ചു വന്നു. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവർ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല ക്യാഷ് ഒന്നും ഇല്ല എന്നു പറഞ്ഞു. കാരണം ആൾക്ക് കൈയുണ്ട് കാലുണ്ട്, പണിയെടുക്കാനാണ് ആരോഗ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഭിക്ഷ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലത്തെ എന്തോരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായും ജീവിതത്തിൽ ചെയ്യുന്നു. അപ്പോൾ അത് ഭിക്ഷ ജീവിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു അവോയ്ഡ് ചെയ്തു. വേറെ എന്ത് ചെയ്യാനാ, അവോയ്ഡ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്നും തോന്നരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ
ആളെ കണ്ടാൽ നമുക്ക് പറയത്തില്ല, വിശ്വാസത്തിന് നിൽക്കുന്ന ആളാണെന്ന് പറയത്തില്ല. ആള് കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ എല്ലായിടത്തും പോലെയൊക്കെ തന്നെ. നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോക്കാർ നമ്മളെ പിടിച്ചിട്ട് പോകും. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ പോയിട്ടുള്ളവരാണെന്ന് അറിയാൻ പറ്റും. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ ഓരോ ഓട്ടോക്കാർ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ. ഓട്ടോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റൂം വേണോ, റൂം സൗകര്യങ്ങൾ റെഡിയാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ ഏതാണോ എനിക്ക് റൂം വേണ്ട അവിടെ കൊണ്ടു ആക്കിയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നത്. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും നല്ലവരെന്നാന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ ഒരു കാര്യം ഞാൻ എന്തായാലും അത് തിരിച്ചെടുത്തു. എല്ലാവരും അങ്ങനെ നല്ലവരൊന്നുമല്ല, പക്ഷെ ചിലവർ നല്ലവരാണ്. കാരണം ആ മറ്റേ എന്നെ ഡയറക്ഷൻ കാണിച്ച് പറഞ്ഞു തന്ന ഓട്ടോക്കാരൻ നല്ല പുള്ളിക്കാരൻ മലയാളിയാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ മലയാളിയാണെന്ന് പറഞ്ഞു മലയാളത്തിൽ തന്നെ എനിക്ക് പറഞ്ഞു തരുകയും ചെയ്തു. പുള്ളിക്ക് ഒരുപാട് പേര് ഇതേപോലെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ആണ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു പുള്ളി വഴി. അതിൽ കൂടി ഞാൻ നടന്നുകൊണ്ടിരിക്കണം. ഈ എൻട്രി ആണെന്ന് വിചാരിച്ചു, ഇതല്ല. ഇവിടുന്നൊരു ഗാങ്സ് ഇവിടെ വന്നിരുന്നിട്ട് ഹായൊക്കെ തന്നിട്ട് എനിക്ക് ഞാനിങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. അത് സാധാരണ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അവരെല്ലാവരും നോക്കുമല്ലോ. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ നോക്കുക. ചിലവർ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെയൊക്കെ നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. പണി പാളിയെന്ന് തോന്നുന്നുണ്ട്. ഒരു വിഷാടനക്കാർ വരുന്നുണ്ട്, പണിയാവാൻ തോന്നുന്നുണ്ട്. ഒന്നുമില്ലെന്നും പറഞ്ഞു എസ്കേപ്പ് അടിക്കണം. അങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിക്കാൻ പറ്റുമെന്ന് വിഷയമാണ്. എല്ലായിടത്തും ഇതേപോലെയൊക്കെ തന്നെയുണ്ട്. നൈസായിട്ട് ഒഴിവായി. മറ്റേ ഇതായിരുന്നു, ഹിജഡയായിരുന്നു. അത് ഇങ്ങനെ സാധാരണ ട്രെയിനിലൊക്കെ ഒന്ന് കണ്ടു അതേപോലെയൊക്കെ തന്നെ. നമ്മുടെ അടുത്ത് വരുന്നു, ക്യാഷ് ചോദിക്കുന്നു, ക്യാഷ് കൊടുത്തില്ലെങ്കിൽ നിർത്തി പിടിക്കുന്നു. ഇതൊക്കെ തന്നെ പരമാവധി അവോയ്ഡ് ചെയ്ത് പോവുക എന്നാണ്. കാരണം കയ്യിൽ ക്യാഷ് അങ്ങനെ പറയത്തക്ക സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഇതുപോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. മൈസൂരിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് മുഴുവൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഞാൻ ചെല്ലാണ്. അവിടെയാണ് എൻട്രി. ഇതാണ് എൻട്രി പോയിന്റ് എന്ന് തോന്നുന്നു. അവിടെയാണ് എൻട്രി പോയിന്റ് എന്നാണ് തോന്നുന്നു. എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എവിടെയാണ് എൻട്രി പോയിന്റ് കാണുന്നതാ. അവിടെ നിന്ന് അങ്ങാടി ഇനി ചെന്ന് നോക്കാം. കയറാൻ പറ്റിയാൽ ഇന്ന് ഞാനിത് കംപ്ലീറ്റ്ലി നിങ്ങളെ കാണിച്ചു തരും. ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, കൊള്ളാട്ടോ. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു സംതിങ് ഈ ഒരു ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് തോന്നുന്നു. ഇത് കോർപ്പറേഷൻ ഓഫീസിൻ്റെ മൈസൂർ സിറ്റി കോർപ്പറേഷൻ ആണ് കേട്ടോ. കോർപ്പറേഷൻ ഓഫീസിൻ്റെ ബിൽഡിങ്ങാണ്. അതും ഒരു രാജകീയപരമായിട്ടൊരു ബിൽഡിങ്ങാണ്. അവരതേ ഒരു മെത്തേഡിൽ പണി കാണിപ്പിച്ചേക്കുന്ന ഒരു ബിൽഡിംഗ് പോലെ കൊള്ളാം. ഇവിടെ നിന്നാണ് എൻട്രി പറഞ്ഞേക്കുന്നത്. നമുക്ക് കയറി നോക്കാം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ചോദിച്ചിട്ട് അവിടെ കുറച്ച് പോലീസുകാരൊക്കെ ഇരിക്കുന്നു, അവരോട് ചോദിച്ചോക്കാം. വ്ളോഗിന് അവിടെ കുറച്ച് പോലീസുകാർ ഇരിപ്പുണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ട് നോക്കാം. കയറാൻ പറ്റുമെന്നറിയില്ല. കയറാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നോക്കട്ടെ. വീണ്ടും നടക്കണം കാശ്. വീണ്ടും ഈ ഗേറ്റ് അല്ല, വീണ്ടും തന്നെ ചുറ്റിക്കാണ്. എൻട്രി പോയിന്റ് ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ തലങ്ങുമ്പലൊക്കെ എൻട്രി പോയിന്റ് വെച്ചിട്ട്, പക്ഷേ അകത്തോട്ട് കാണാനുള്ള ഒരു എൻട്രി പോയിന്റ് മാത്രമേ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ മൈസൂർ പോകുന്ന ഇറങ്ങി പോകുന്നു കണക്ക്. എന്തോരം പറയാൻ നടന്ന് പാർക്കിംഗ് ഏരിയ ആണിത്. കണ്ട എനിക്ക് തോന്നുന്നു ആ ഭാഗത്തു നിന്നാണെന്ന് അവിടെ നിന്ന് എൻട്രി കാണിക്കുന്നുണ്ട്. ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു. അവിടെ പോയി നോക്കാം. ടിക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. റിസർവേഷനൊന്നും ഉണ്ടായിരുന്നില്ല. റിസർവേഷൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടായിരുന്നു സൈറ്റിലൊക്കെ ഞാൻ കയറി നോക്കിയായിരുന്നു. പക്ഷേ റിസർവേഷൻ്റെ അങ്ങനെ
അത് കാണിച്ചില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും, അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കയറി നോക്കാം, കിട്ടിയാൽ മതിയായിരുന്നു. ഇതാണ് കേട്ടോ എൻട്രി. ഇവിടെ നിന്ന് എൻട്രി, അത് ഔട്ട്, പുറത്തേക്ക് തന്നെ വരുന്ന വഴിയാണ്. ഇതാണ് എൻട്രി കേട്ടോ. ഞാൻ അകത്തേക്ക് കയറാൻ പോയാണ്. അകത്തേക്ക് കയറിയിട്ട് വിശേഷം പറയാം. ഓക്കെ, ഇത് ഭയങ്കര റിസ്ക്കായിട്ട് മോട്ടേജ് ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല, ക്യാമറ അകത്തോട്ട് കയറ്റാൻ പാടില്ല. പക്ഷേ എന്നാലും ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ മറ്റേ വിളംബരം നടത്തുന്നതിൻ്റെ സംഭവം ഉണ്ടോ? ഈ എൻ്റെ കാലത്തുണ്ടായിരുന്ന അതേ ഇതേ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് രാജാവിന് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ എൻട്രിയാണ് ഈ കാണുന്നത്. പുറപ്പാട് കാര്യങ്ങളൊക്കെ. ഇത് ശിപ്പായികളുടെ മാർച്ചാണ് കാണുന്നത്. പിക്ചറുകൾ ഇത് രാജാവിൻ്റെ എൻട്രിയാണ്. മനോഹരം. കൊത്തുപണികളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാലസിന്. കൊത്തുപണികളും കാര്യങ്ങളും ഡോറൊക്കെ നോക്കി അതിൻ്റെയൊക്കെ വർക്കുണ്ടോ അതിനകത്ത്. മാരേജ് നരസിംഹരാജ ഗോഡയാർ. ഇന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസ് ഉണ്ട്. കൃഷ്ണരാജ ഗോഡയാർ. ഓരോരുത്തരുടെ പേര് എല്ലാം സ്ട്രക്ചേഴ്സും ഇതേപോലെ പെയിൻറ്റിങ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ വർക്കൊക്കെ ആലോചിച്ചു. ആ സമയത്ത് അതായത് അത്രയധികം നൂറ്റാണ്ടുള്ള പെയിൻറ്റിങ്സാണ് ഈ റീസ്റ്റോർ ചെയ്ത് ഇവിടെ വെച്ചേക്കുന്നതെന്ന്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ക്വീൻ അലക്സാണ്ടറുടെ പിക്ചറാണ് കാണുന്നത്. നേരെ കാണുന്നത് മൈസൂരിൽ ആൾക്കാരാണ് ഈ കാണുന്നത്. കുട്ടികളും എല്ലാവരുടെയും പിക്ചേഴ്സ് ഉണ്ട്. ഒരുപാട് പിക്ചേഴ്സ് കാണുന്നത്. അകത്തളം തന്നെ നോക്കി നിങ്ങൾ. അകത്തളം തന്നെയാണോ പാലസിൻ്റെ? ഇത്രയധികം വിസ്തൃതിയുള്ള അകത്തളം. മുമ്പുള്ള കാലത്ത് ഇത് ജീവിച്ചിരുന്ന കൊട്ടാരമാണ് കാണുന്നത്. അത് ആ സമയത്ത് ജീവിച്ചിരുന്ന കൊട്ടാരം. എനിക്ക് തോന്നുന്നത് എനിക്കൊരു തിരുത്തുണ്ട്. തെറ്റാണ് ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു പ്രതിമ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രതിമ ഗോഡയാറിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ എൻ്റെ ഡൗട്ട്. സുൽത്താൻ്റെ എന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. ഇന്നത്തെ കാലത്ത് ലിഫ്റ്റ് വരെ, പാലസിൽ ലിഫ്റ്റ് വരെ ഉണ്ടാവും. ലിഫ്റ്റ് സൗകര്യങ്ങൾ വരെയുണ്ട് ആ സമയത്ത്. സ്റ്റെയർ കേസ്. രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ ഇതാണ്. സിംഹാസനം. ഇത് വാതിൽ. ഈ വാതിലിൻ്റെയൊക്കെ പണി കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ വാതിലിൻ്റെയൊക്കെ ഈ കൊത്തുപണി തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം വലിയ അന്നത്തെ കാലത്തെ കലാകാരന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നതാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാലസിന് രാജാക്കന്മാരുടെ ഓരോരോ പിക്ചേഴ്സും കാര്യങ്ങളും
ഇതെല്ലാം അത് വിളിച്ചിരുന്നു. ഇതിലേറ്റവും രസകരമായിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഇത്രയും ഇതായിട്ട് പണി കഴിപ്പിച്ച് ഈ കൊട്ടാരങ്ങൾ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ കൈയടക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. അതാണ് ഏറ്റവും ഇത്. ഇന്നത്തെ കാലത്ത് നിർമ്മിതികളാണ് ഈ കാണുന്നത്. എൻട്രി ചെയ്യുമ്പോൾ അവർ പറഞ്ഞായിരുന്നു ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് റിസ്ക് എടുത്തിട്ടാണ് എനിക്ക് ചെയ്യുന്നത്. ഗൂഢേര മഹാരാജാവിൻ്റെ പ്രതിമയുണ്ട് കാണുന്നത്. ഗൂഢേര മഹാരാജാവിൻ്റെ പ്രതിമ കൃഷ്ണരാജ വലിയ തൂണുകൾ തന്നെയുണ്ട്. ഇത് വേണ്ട ഇത്രയധികം വലിയ ഇതായിട്ടുള്ള പാലസിൻ്റെ അകമ്പുറമുണ്ട്. ഒരു സ്റ്റേഡിയം ഉണ്ട്. ഇത് കണ്ട ഇതിനകത്ത് പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാണ്. അത് കണ്ട പടികളിൽ ഇവിടെ വന്നിരിക്കും രാജാവ്. കണ്ട ഇവിടെ വന്നിരുന്നിട്ട് പ്രജകളെ നോക്കുന്ന ഒരു സീൻ ഇതാണ്. കണ്ട ഇവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ ഇതൊക്കെ ഇല്ലേ, അതൊക്കെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ഏരിയയാണ് കാണുന്നത്. ഗ്രൗണ്ട് ഏരിയയാണ് കാണുന്നത്. ഈ ഏരിയകളിൽ ഓരോരോ തൂണിങ്ങുള്ള വർക്കുകൾ തന്നെ ഉണ്ടോ എന്താണ് അതൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതങ്ങളിലൊന്നാണ് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഇപ്പോഴത്തെ നമ്മളെ നിർമ്മിക്കുന്ന ഓരോരോ ഈ കോൺക്രീറ്റ് കട്ടകൾക്കൊക്കെ ഇത്രയധികം ഇതിൻ്റെ മുകളിലൊക്കെ നോക്കി പിക്ചേഴ്സ് ഉണ്ടോ ഒക്കെ വരച്ചേക്കുന്നൊക്കെ അവരൊക്കെ എത്രത്തോളം എഫേർട്ട് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇതൊക്കെ ഒന്ന് വരച്ച് തീർത്തേക്കണമെന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ഇത് നിർബന്ധിയൊക്കെ ഉണ്ടാകാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയാനില്ല. പക്ഷേ ഒരു ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് എനിക്ക് നടക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. മറ്റൊരു വാതിലിൻ്റെ ലിഫ്റ്റാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ലിഫ്റ്റാണെന്ന് അറിയില്ല. ഇത് പുതുതായിട്ട് നിർമ്മിച്ചായിരിക്കും അവരുടെ. പക്ഷെ നേരത്തെ കണ്ടത് ഓൾറെഡി ഉണ്ടായിരുന്നാണ്. ഇത് പുതുതായിട്ട് നിർമ്മിച്ചത് ഇതൊക്കെ ഒരു റൂമുകളാണ്. എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ് ഇത് എനിക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അണ്ടർഗ്രൗണ്ടിലോട്ടൊക്കെ ചെയ്യണം. വഴികളൊക്കെ ഉണ്ട് അതിൽ. ചില്ലിട്ട് വെച്ചേക്കുക. വാവ് നോക്കി മുകളിലൊക്കെ നോക്കി ഇതൊക്കെ നിർമ്മിതിയാണ്. അപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നത് വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ക്യാച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടെ. അതിലെ രാജകീയമായ റെക്സസ് കയ്യിൽ ഷൂ കണ്ടോ? ഈ ഷൂ ഇവിടെ ഊരി വെക്കും. കഴിഞ്ഞിട്ടേ ഇത് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് എക്സിസ്റ്റി പുറംഭാഗം കോട്ടയുടെ പുറംഭാഗം പാലസിൻ്റെ. ശ്രീ പ്രസന്ന കൃഷ്ണസ്വാമി ടെമ്പിൾ.
ഇതിൻ്റെ പാലസിനോട് അടുത്ത് തന്നെ ഉള്ളൊരു ടെമ്പിളാണ് കാണുന്നത്. ഇതൊരു ആർട്ടിക്കാണ് വെച്ചൊക്കെ ചെയ്തേക്കുന്ന പോലത്തെ ഒരു ആർട്ടിസ്റ്റിക് വർക്കാണെന്ന് തോന്നുന്നുണ്ട്. എക്സാക്റ്റ് അയാളുടെ രൂപമാണ് ആ നരസിംഹ വടയാറിൻ്റെ രൂപം വരച്ച് വെച്ചേക്കുന്നത്. എന്തായാലും ഗോപുരം നോക്കി, ഗോപുരം പണി കഴിപ്പിച്ചാൽ നോക്കി എന്താണല്ലേ ഇത്. ടെമ്പിളാ, ഹിസ്റ്റോറിക്കൽ ശ്രീലക്ഷ്മി രാമായണ സ്വാമി ടെമ്പിൾ. ടെമ്പിളിൻ്റെ അകത്തേക്കുള്ള എൻട്രിയാണ് കാണുന്നത്. ഇത്തിരി പോകാൻ പറ്റുന്നത്. അതെൻ്റെ ഷൂ ഒന്ന് കെട്ടേട്ടോ, ഷൂ ഒന്ന് കെട്ടേ. ടിക്കറ്റിൻ്റെ കോലം നോക്കി. 120 രൂപയാണ് കേട്ടോ ഇവിടെ. 120 രൂപയാണ് ടിക്കറ്റിന്. 120 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റിന് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കീറിക്കളഞ്ഞാൽ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ചെക്കിങ് ഉണ്ടാവുമല്ലോ. വേറെ എനിക്കൊരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കയ്യിൽ ഈ ഹാൻഡ് ബാഗ് മാത്രം വരുന്നില്ലുണ്ടായിരുന്നു, ഈ ലഗേജിൻ്റെ ബാഗ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അറിയാണ്ട് ഇതിന് വേണ്ട സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ട് ലഗേജൊക്കെ വെക്കാൻ പറ്റിയിട്ട്, വേറെ സ്ഥലമുണ്ട് ഇവിടെ. പക്ഷെ ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ അത് കാരണം അവരകത്തോട്ടൊക്കെ ഇത് ചുമന്നുകൊണ്ടാണ് കയറിയത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു പോലീസുകാരൊക്കെ വളരെയായിട്ട് അത് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ കൊണ്ട് വെക്കാൻ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഈ ലഗേജൊക്കെ ആയിട്ടാണ് ഇതിലൊക്കെ എടുത്തിട്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത്. അപ്പോൾ അവർക്കൊരു ഇതുപോലെ തോന്നി അവിടെ എന്താ വെക്കാൻ എന്നൊക്കെ ചോദിച്ചു അവർ പോലീസുകാർ. എന്നിട്ട് അവർ ബാഗ് ചെക്ക് ചെയ്യണ സ്ഥലത്ത് അവിടെ നിന്ന് റോളറുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക്, അങ്ങനെ ബാഗ് ചെക്ക് ചെയ്ത് ഇതും കൂടി കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ നേരെ ഔട്ട് ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്, പാലസിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക്. അവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പയ്യെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോവാം. പിന്നെ അങ്ങോട്ട് നോക്കാം. നിങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തോരം ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. എന്തോരം കാര്യങ്ങൾ, എന്തോരം ഇത്രയധികം ആ ഒരു ഇതിനോട് ഇത്രയധികം ഇതായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈ പാലസ് ഇങ്ങനെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇവർ എന്തോരം അതായത് ഇതിനകത്ത് റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും, മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ടാവും. ഞാനൊക്കെ അതൊക്കെ ആലോചിച്ചിട്ട് ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കും. ഔട്ട് ഏരിയ ഉണ്ട്. പാലസിൻ്റെ പുറമേയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഗോപുരങ്ങളും കാര്യങ്ങളും വലിയ വലിയ ഗോപുരങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ മൈസൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് രാജാക്കന്മാർ ഏറ്റവും കൂടുതൽ റിച്ച്നെസ് ഭയങ്കര ഇതിൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് റിച്ചാണ് മൈസൂർ. അപ്പോൾ ഇത്തരത്തിലുള്ള പാലസൊക്കെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനകത്ത് ലൈറ്റ് വർക്ക് വരെ ഉണ്ട്. നൈറ്റ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ലൈറ്റ് വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിൻ്റെ സൈഡിലേ കണ്ട ലൈറ്റ് പിടിപ്പിച്ചേക്കുന്നത്. നൈറ്റിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഷോ ഉണ്ടാകാൻ വഴിയുണ്ട് കേട്ടോ. ഇവിടെ പറ്റുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ പരമാവധി നോക്കാം. ഇന്നിവിടെ സ്റ്റേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം സമയം നമുക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ശ്രീരംഗപട്ടണത്തേക്ക് നമുക്ക് കൂടി പോകണം. ശ്രീരംഗപട്ടണം കൂടി ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ അവിടെ ടിപ്പു സുൽത്താൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ പുള്ളിക്കാരൻ മരണമടഞ്ഞ സംഭവങ്ങൾ, ഡെത്ത് പ്ലേസും കാര്യങ്ങളൊക്കെ അവിടെ ടിപ്പു സുൽത്താൻ്റെ അവിടെ ആണ്, ശ്രീരംഗപട്ടണത്തിൻ്റെ ആളാണ്. അപ്പോൾ അവിടെ ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഓൾറെഡി സമയം കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ എവിടെയെങ്കിലും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യണം എന്നുണ്ടെങ്കിൽ കേട്ടോ. തൽക്കാലത്തേക്ക് ഇവിടെ ചിലപ്പോൾ ഞാനിവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അതായത് പറയാൻ പറ്റില്ല കേട്ടോ, പറയാൻ പറ്റില്ല, ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാജാക്കന്മാർ ഇരിക്കുന്ന ഇരിപ്പിടങ്ങുണ്ടോ, അവിടെ ഇരിക്കുക. എന്നിട്ട് ഇവിടെ മറ്റേ അവരുടെ അതായത് അധികാരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സിറ്റൗട്ട് ഇരിക്കുന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കില്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ പട്ടാഭിഷേകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ നമുക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പട്ടാഭിഷേകം ആണെന്നല്ല, എവിടെ എന്ത് സെറമണി നടന്നു കഴിഞ്ഞാലും ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കണം ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും പരമാവധി ചിലപ്പോൾ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഇവിടെ ആയിരിക്കും അതിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുക എന്നുള്ളത്. മുകളിൽ കണ്ടോ നിങ്ങളൊരു ഭഗവതിയുടെ ഒരു പിക്ചർ, സൂം ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല, കണ്ടോ
അതൊരു വെച്ചത് ഈ റിലീജിയസ് ആയിട്ട് ഒരുപാട് ഇവർ ഭരണാധികാരികൾ ആ സമയത്തൊക്കെ മൈസൂർ ഭരിച്ചിരുന്ന സമയത്തൊക്കെ റിലീജിയസ് ആയിട്ടും ഒരുപാട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ വാക്കും കാര്യങ്ങളൊക്കെ അത്രയധികം ഇതായിട്ട് വരണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സോ അത്രയധികം അവർ റിലീജിയസ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവണം. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. റിലീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ ഈ രാജകുടുംബങ്ങളിലെല്ലാവരും അവർ അങ്ങനെ റിലീജിയൻ നല്ല രീതിയിൽ നോക്കുമായിരുന്നു. സോ അതിൻ്റേതായ കുറച്ച് ഇപ്പോൾ ഓരോരോ കാലഘട്ടങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ച് ഇപ്പോൾ ക്രിസ്ത്യൻ, ഇപ്പോൾ ബ്രിട്ടീഷുകാർ വരുമ്പോഴാണ് ക്രിസ്ത്യൻസ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. ഇവിടുത്തെ നിർമ്മിതികളിലും നല്ല രീതിയിലൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. ആണ് നിങ്ങൾ ആ കാണുന്നത് ഇതിൻ്റെ എൻട്രി ആണത്. ഒരു ഗോപുരമാണ് വെച്ചേക്കുന്നത്. അതായത് ഈ പാലസിലേക്കുള്ള എൻട്രിയാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഗോപുരം കാണിക്കുന്നത് നോക്കി. ഇത് 4 അതിരും കവർ ചെയ്ത് കിടക്കണം കേട്ടോ. 4 അതിരും കവർ ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഓരോ എക്സിസ്റ്റിങ്ങിലും ഓരോരോ ഗോപുരം വെച്ച് ചെയ്തിരിക്കുകയാണ് വർക്ക്. അതിൽ തന്നെ ഒരുപാട് കൊത്തുപണികളുണ്ടെന്നുള്ളതാണ്. സ്കൾപ്ചേഴ്സിൻ്റെ ഒരു അതിപ്രസരമാണെന്നാണ് പറയണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം വർക്ക് ആ സമയത്തൊക്കെ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു അതിശയിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും ഞാനിത് കണ്ടിട്ട് വണ്ടറടിച്ചിരിക്കും. ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു ഗൈസ്. കണ്ടതിലുള്ളൊരു ഇതാണ് ശരിക്കും ഈ പാലസിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഏരിയയിലാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് എൻട്രി വരുന്നത് ഏകദേശം ആ സൈഡാണ്. അതായത് പാലസിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് നമ്മൾ എൻട്രി ആൻഡ് എക്സിസ്റ്റ് വരുന്ന ആ സൈഡാണ്. പിന്നെ അകത്തേക്ക് കയറുന്ന ഈ ഏരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഈ മൈസൂർ ഏരിയയിലൊക്കെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എൻട്രി ആ ഒരു എക്സിസ്റ്റൻസിൽ അങ്ങോട്ട് പോവുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ എൻട്രി എക്സിസ്റ്റൻസും കാര്യങ്ങളും പോകുക. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളവിടെ ടിക്കറ്റ് എടുക്കണം. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കണം. അതേപോലെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് നമ്മൾ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അവിടെ നിന്ന് തന്നെ ഗ്യാരേജ്, ഒരു സ്റ്റോറേജ് ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ ഗ്യാരേജ് അവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പാലസിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പ് അവർ അഴിപ്പിക്കും. അപ്പോൾ ഷൂ ഒക്കെ ഇട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഷൂവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അഴിച്ചിട്ടിട്ട് വേണം നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ അകത്ത് കയറണം. പിന്നെ ക്യാമറ കംപ്ലീറ്റ്ലി അലൗഡ് ആയിരുന്നില്ല. കാരണം അകത്തേക്ക് ക്യാമറ അലൗ ചെയ്യൂലെന്നാണ് എന്നോട് പറഞ്ഞത് ആദ്യം കയറിയ സമയത്ത്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്യാമറാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും എടുത്തു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനത് പരമാവധി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്തെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ചെയ്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴുള്ളൊരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചല്ല. പക്ഷേ ഫൈനലി ഞാൻ വന്നു. ഇതൊക്കെ കാണാനുള്ളൊരവസരവും കിട്ടി. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത ഏരിയയിലേക്ക് ഞാൻ പോകാൻ പോകേണ്ട. ഇവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കട്ടെ, ഇവിടെ ഏരിയകൾ നോക്കിയിട്ട് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. ഇതിനകത്ത് ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ നേരെ മൈസൂർ അവിടെ, അതായത് കർണാടകയിലെ KSRTC ആണ് കേട്ടോ നമ്മൾ പിക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അവരുടെ ഒരു KSRTCയുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് പ്രൈവറ്റ് ബസ്സുകൾ കുറവാണ് ഈ ഭാഗത്ത്. പ്രൈവറ്റ് ബസ്സുകൾ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. കുറവാണ് നമ്മുടെ കർണാടകയിൽ. പ്രൈവറ്റ് ബസ്സുകൾ തീരെയില്ല ഇല്ല. പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞത് ഇല്ല. ആയിരിക്കണം ഗവൺമെൻറ്റിൻ്റെ ഇത് മാത്രമാണ് കർണാടകയിൽ ബസ്സുകൾ. KSRTC എന്ന് പറയുന്നത് ഉള്ള ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സുകളില്ല. അതുമാത്രമല്ല, ടിക്കറ്റ് കൊടുക്കുന്നത് വരെ ഓൺലൈനാക്കി എന്നുള്ളതാണ്. UPI ട്രാൻസാക്ഷൻ വരെ ഞാൻ ഗൂഗിൾ പേ ആണ് ചെയ്തത് അവർക്ക്. അങ്ങനെ വരെ ആക്കി എന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് പുതുമയായിട്ട് തോന്നി. കാരണം നമ്മുടെ ഇവിടെയൊക്കെ അത്രയും നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം വലിയ ബസ്സുകളിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവായിരിക്കാം. പക്ഷേ ഇപ്പോഴും ലോക്കൽ ഏരിയകളിലേക്ക് പോലും അങ്ങനെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൈസൂരിൽ അത് കഴിഞ്ഞിട്ടാണ് പാലസിലേക്ക് വരുന്നത്.
അപ്പോൾ ഈ വീഡിയോ പാലസിലെ എല്ലാം ഇൻ ആൻഡ് ഔട്ട് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ സൈറ്റ് ഇവിടുത്തെ കുറച്ച് ഏരിയകളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വരും എപ്പിസോഡുകളിലായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാനോട് വെച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം.